നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക്. ബംഗാളിൽ ഇനി മമതാ ബാനർജിക്ക് ഒരു ഉദയമുണ്ടാകില്ല, അഥവാ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ചിഹ്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് BJP ആണ് അതിൻ്റെ നേട്ടം മുഴുവൻ കൊയ്തതെങ്കിലും വാസ്തവത്തിൽ അവിടുത്തെ അടിച്ചമർത്തൽ രാഷ്ട്രീയം മറ്റൊരു പാർട്ടിയെയും പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ സ്പേസ് കൊടുക്കാതെയുള്ള മമതാ ബാനർജിയുടെ ഏകാധിപത്യം അവസാനിച്ചിരിക്കുന്നു. അവിടെയാണ് ജനങ്ങൾ സന്തോഷം ഏറെ അനുഭവിച്ചത്. അതായത് ഇടതുപക്ഷമായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ കഴിഞ്ഞ 15 കൊല്ലത്തോളമായി അവരെ ഒരു രീതിയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാത്ത രീതിയിലായിരുന്നു മമതാ ബാനർജിയുടെ കിരാത ഭരണം. മമതാ ബാനർജിയുടെ ഭരണം അവസാനിച്ചു. ഇപ്പോൾ കോൺഗ്രസിൽ അഭയം തേടിയിരിക്കുകയാണ് മമതയും അഭിഷേകും ഒക്കെ. അതായത് പാർട്ടി MP-മാർ 29 MP-മാരിൽ 25 പേരും കൃത്യമായി തൃണമൂൽ കോൺഗ്രസ് വിട്ട് മറ്റ് പാർട്ടികളിലേക്ക്, പ്രധാനമായും കൂടുതൽ MP-മാരെ BJP ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമമാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഓഫറുകൾ കൊടുക്കുന്നു. അതനുസരിച്ച് പോകാൻ പടപ്പുറപ്പാടുമായി എത്തുന്ന ചില MP-മാരുണ്ട്. എന്നാൽ മമതാ ബാനർജിയെ ധിക്കരിച്ചുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം MLA-മാരും ഋതുപ്രത ബാനർജിയെ അവിടെ പ്രതിപക്ഷ നേതാവാക്കി അവരോധിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിക്കൂ, കൃത്യമായി പറഞ്ഞാൽ മമതയുടെ വാക്കിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് എങ്ങാനും ബംഗാളിൽ ഉണ്ടായിട്ടുണ്ടോ? 1998 പുല്ലും പൂവും എന്ന ചിഹ്നവുമായി ഉദയം ചെയ്ത തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മമത രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി 2011 അധികാരത്തിലേറി അഹങ്കരിച്ച് വന്ന വഴിയെല്ലാം മറന്നിങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ അവർ വിചാരിച്ചിരുന്നോ അവർക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകും, ഇങ്ങനെ തകിടം മറിയും, ഒന്നുമല്ലാതാകും എന്ന് അവർ വിചാരിച്ചിരുന്നോ? അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മമത ആവശ്യം കഴിഞ്ഞ് കറിവേപ്പല പോലെ തള്ളിക്കഴിഞ്ഞ ആ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇടപെട്ട് ഇവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു. അവിടെയാണ് പല നേതാക്കളും എതിർപ്പുമായി വരുന്നത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹ്റാംപൂരിൽ അധിർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഇവർ എത്രത്തോളം സന്നാഹമാണ് ഒരുക്കിയത്. യൂസഫ് പത്താനെ അവിടെ നിന്ന് ജയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? അതായത് മമതയുടെ വെറും ബാലിശമായ ചിന്തകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയിൽ തൃണമൂൽ അംഗങ്ങളുടെ സാന്നിധ്യം ഇനി ഉണ്ടാകില്ല, ഇന്ത്യ മുന്നണി കലങ്ങാൻ പോകുന്നു എന്നൊക്കെ പല കോണുകളിൽ പല അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിനൊന്നും കോൺഗ്രസ് വകവയ്ക്കുന്നില്ല. കോൺഗ്രസ് വിചാരിച്ചാൽ തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമേ ഇപ്പോഴും ഭാരതത്തിലുള്ളൂ. അതിനിപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പോലെ ഒന്നുമല്ലാതായി മാറിയവരുടെ ഒന്നും സഹായം വേണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്.